എനിക്കറിയില്ല ഏട്ടാ, എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളിച്ചിട്ട്. നിന്റെ പെർഫോമൻസ് കിടക്കേണ്ട പീറ്ററേ. ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. അന്ന് അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയാൽ. സതീഷ് മദ്യപിച്ച് അതുല്യെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്തറിയാണ്ട് പറ്റിയതാണ്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ആരോട് എന്ത് പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത്. സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണം ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടി. 11 വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവക്ക് പോകാറുന്നില്ല, അവക്ക് എസ്കേപ്പ്. എടാ പരമ മൊട്ട പട്ടി മയിരേ, താൻ കൊണ്ടോ ഈ നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നീ അതിനെ കൊന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഭാര്യമാർ ആത്മഹത്യ ചെയ്യുക. അതിന് വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. ഏറ്റവും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിലാണ് ഭൂരിഭാഗം ആൾക്കാർ സൂസൈഡ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കണം. ഹോപ്പില്ലാത്തതുകൊണ്ട് അവരെ ചെയ്യണം. ഈ അച്ഛനില്ലാത്തവൻ ഇത് പറയുമ്പം ഇവൻ കാണിക്കുന്ന പ്രവൃത്തി ആ പെങ്കൊച്ച് വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ട് നമ്മളത് കാണുന്നു, നമുക്കത് വിശ്വാസം വരുന്നില്ല ഇവന്റെ ഈ ഒരു കരച്ചില്. നിങ്ങൾ മനുഷ്യനോ മൃഗം? സത്യം പറഞ്ഞാ എനിക്കുള്ള കൊല്ലാൻ തോന്നി. സാധിക്കില്ല മോളെ, അത്ര പെട്ടെന്ന് ചാവണ സൈസ് അല്ലേ. ഞാൻ വിശ്വസിക്കത്തില്ല. ആ തന്തരാജ് കാണിച്ച് ആ കൊച്ചിനെ കൊന്നതാ. എനിക്ക് എന്തായാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളിച്ചിട്ട്. നിനക്കൊരു ബിരിയാണി മേടിച്ചാലോടാ പുണ്ടാക്കിയവനെ. നീ പറഞ്ഞു ഇനിയും നീ എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞാ എന്താ നാക്കിയാനിറക്കും. അവന്റെ കുഞ്ഞെന്ന് പറയുന്ന ഭാര്യയാണ്, മരിച്ചുപോയ പെൺകുട്ടിയെ പറയുന്നതാണ് കുഞ്ഞ്. കുഞ്ഞ് കുറെ നേരമായിട്ട് വിളിച്ചെന്നവനെ, അവനിപ്പൊ കുഞ്ഞെന്നാ വിളിക്കുന്നത്. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി. കുഞ്ഞ് ഒരിക്കലും ആ മണ്ടത്തരം കാണിക്കത്തില്ല. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മുറിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് എന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല. തന്റെയൊക്കെ മനസ്സിലുള്ള ഈ ചേറുണ്ടല്ലോ, 7 ജന്മം ലോകത്തുള്ള സകല സോപ്പിട്ട് കുളിച്ചാലും പോവില്ല. എടാ പന്നത്തായ പട്ടി. ഇവനെ പോലെയുള്ള മൈരനൊക്കെ അവൻ പറഞ്ഞ കേട്ടോ, അവൻ കുടിച്ചിട്ട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനും ഞാൻ മാഫി ചോദിക്കുന്നു. സ്വന്തം അച്ഛനെയും താൻ തല്ലും, പിന്നീട് മാപ്പും ചോദിക്കും. എടാ മാനസികമായിട്ട് ആ കൊച്ചിനെ നൊന്ത് ചത്തയാ, അതിനെ കൊന്നയാ നീ മൈരേ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം, പക്ഷേ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. മൊട്ട പട്ടി പാന പോലെയാടി മുഴുവൻ പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. ആ കൊച്ച് കേറി തൂങ്ങി. ശപിക്കാണ്ടോ ഞാൻ നിന്നെ? ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ.